പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, PSC കോൺസ്റ്റിറ്റ്യൂഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രമായ ഒരു ചാനൽ. ഓരോ ദിവസവും 10 മിനിറ്റ് നീക്കി വയ്ക്കും, നിങ്ങൾക്ക് സമ്പൂർണ്ണമായി പഠിക്കാം. 10 മിനിറ്റ് നമ്മൾ റീസെന്റ് PSC ട്രെൻഡിങ് ചോദ്യങ്ങൾ പരിശോധിക്കും. 10 മിനിറ്റ് നമ്മൾ കണ്ടന്റ് വൈസ് പഠിക്കും. ഇന്നേ ദിവസം PSC റീസെന്റായി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടുമുള്ള അനുസരണം വളർത്തുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്ത് ഏത് വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടുമുള്ള അനുസരണം വളർത്തുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗവും ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PSC 2025 നടന്ന 10th ലെവൽ പരീക്ഷയിൽ ഫേസ് 3 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾ പലരും ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, ശരിയല്ലേ? ആ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഫെബ്രുവരി മാസമാണ് ഈ ഫേസ് 3 എക്സാം നടക്കുക. 2025 മാർച്ച് മാസം ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു, ചേരുംപടി ചേർക്കാനായിട്ട്. അവിടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ള കാര്യമായിരുന്നു എന്ത്? ഈ അന്താരാഷ്ട്ര സമാധാനം എന്നെല്ലാവർക്കും അറിയാം. അന്താരാഷ്ട്ര സമാധാനം പരിപോഷിപ്പിക്കേണ്ടത് സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ 51ാമത്തെ വകുപ്പിൽ പറയുന്നു. അത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ഉപവിഭാഗമായിട്ട് ഒരു 4 വകുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ആ കാര്യമാണ് ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? ഞാൻ ആ ഒരു സ്ലൈഡ് നിങ്ങളെ കാണിക്കാം. നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, നോക്കിയേ, വകുപ്പ് 51, ഇന്ത്യൻ ഭരണഘടനയിലെ 51ാമത്തെ വകുപ്പ്. ശ്രദ്ധിച്ചേ, എന്താണ് പറയുക? അന്താരാഷ്ട്ര സമാധാന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രോത്സാഹിപ്പിക്കണം എന്നത് ആരുടെ കടമയായിട്ടാണ് പറയുക? സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ, അഥവാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ. ഇതൊരു ലിബറൽ ആശയമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനപ്പെട്ട 3 തരം ആശയങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഗാന്ധിയൻ ആശയങ്ങൾ. ഗാന്ധിയൻ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിനകത്ത് ഗ്രാമവികസനത്തെക്കുറിച്ചോ കുടിൽ വ്യവസായത്തെക്കുറിച്ചോ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട കൃഷിയെക്കുറിച്ചോ കന്നുകാലി വളർത്തലിനെ കുറിച്ചോ ആണെങ്കിൽ അതെന്തായിരിക്കും? ഗാന്ധിയൻ ആശയമായിരിക്കും. കാണപ്പടം പഠിക്കരുത്. ഗാന്ധിയൻ ആശയം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാവൂടാ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഗ്രാമവികസനം ഉണ്ടാവും. ഗ്രാമവ്യവസായങ്ങളായ കുടിൽ വ്യവസായങ്ങൾ ഉണ്ടാവും. ഗ്രാമീണ വികസനത്തിന് ഏറ്റവും പ്രാധാന്യം എന്താ? കാർഷിക മേഖലയ്ക്ക്, ശരിയല്ലേ? കാർഷിക മേഖല ഉണ്ടാവും. പിന്നെ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം എന്താ? കന്നുകാലി വളർത്തലാണ്. അവയുടെ സഹായം ഉണ്ടായിരുന്നാലേ പണ്ട് കൃഷി ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഒരു സെന്റൻസിൽ പറയുന്നതെങ്കിൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് സെന്റൻസിൽ പറയുന്നതെങ്കിൽ അത് ഗാന്ധിയൻ ആശയമായിരിക്കും. ഇനി സോഷ്യലിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, അത് തൊഴിലാളികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അങ്ങനെയുള്ളവരുടെ ഡിമാൻഡ്, ആവശ്യം അഥവാ അവകാശമാണ് സെന്റൻസിൽ പറയുന്നതെങ്കിൽ അത് സോഷ്യലിസ്റ്റ് ആശയമായിരിക്കും. ഇനി എന്താണ് ലിബറൽ ആശയങ്ങൾ? ബൗദ്ധിക ആശയങ്ങളെന്നും ഈ ലിബറൽ ആശയങ്ങളെ വിളിക്കാറുണ്ട്. ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ലിബറൽ ആശയങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ എന്താ പറയുക? പരിസ്ഥിതി സംരക്ഷണം ലിബറൽ ആശയങ്ങളാണ്. ഓക്കെ, പൈതൃക സ്വത്തുക്കളായ നമ്മൾ ഖനനത്തിലൂടെ കണ്ടെത്തുന്ന ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് ലിബറൽ ആശയമാണ്. യൂണിഫോം സിവിൽ കോഡ് ലിബറൽ ആശയമാണ്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ലിബറൽ ആശയങ്ങളാണ്, അഥവാ ബൗദ്ധിക ആശയങ്ങളെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആ ബൗദ്ധിക ആശയമാണ് വകുപ്പ് 51 എന്ന് പറയുക. 51ന്റെ കീഴിൽ ഒരു 4 ഉപവകുപ്പുണ്ട്. നോക്കിയേ, 51A, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51Bയിൽ എന്താ പറയുക? രാജ്യങ്ങൾക്കിടയിൽ നീതിനിഷ്ഠമായ മാന്യമായ ബന്ധം നിലനിർത്തുക. നീതിനിഷ്ഠമായ മാന്യമായ ബന്ധം നിലനിർത്തുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത് രണ്ടും ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? നമ്മുടെ മധ്യേഷ്യ സംഘർഷഭരിതമാണല്ലേ ഇപ്പോഴ്, അല്ലേ? നോക്കിയേ, ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും ഏറ്റുമുട്ടുന്നു. അതേ സാഹചര്യത്തിൽ ഇറാനും ഇസ്രയേലും ഒക്കെ ഏത് നിമിഷവും വീണ്ടും ഏറ്റുമുട്ടാമെന്ന സാഹചര്യം നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തു? അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അവരുടെ ഇടയിൽ ഇടപെട്ടില്ലേ? അവരുമായി ചർച്ച ചെയ്തില്ലേ? അതെ,
അത് ആരുടെ കടമയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ 51ാമത്തെ വകുപ്പിൽ നിർവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. 51B നോക്കിയേ, രാജ്യങ്ങൾക്കിടയിൽ നീതിതല അധിഷ്ഠിതമായ മാന്യമായ ബന്ധം പുലർത്തുക അല്ലെ. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷമുണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ പറഞ്ഞു, അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അല്ലേ. അത് തുറന്നു പറയുകയാണ് അല്ലേ. രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയിൽ അധിഷ്ഠിതമായ മാന്യമായ ബന്ധം പുലർത്തുക. അവിടെ വലിയവനോ ചെറുപ്പമോ ഇല്ല, ഉള്ള കാര്യങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നമ്മൾ പ്രവർത്തിക്കുക എന്നാണ്. 3 നോക്കിയേ, അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടുമുള്ള അനുസരണം പുലർത്തുക. അതായത് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുണ്ട് അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട് തുടങ്ങിയ സംഘടനകള് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഏകീകൃതമായ ചില ഉടമ്പടികൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോള് അല്ലെ, മോൺട്രിയൽ പ്രോട്ടോകോള്, അങ്ങനെയധികം കുറേയധികം ഉടമ്പടികളുണ്ട്. ഇവയൊക്കെ എന്ത് ചെയ്യണം? അനുസരിക്കണം എന്നത് രാജ്യത്തിന്റെ കടമയാണ് എന്നാണ് എന്തിൽ പറയുക? 51C പറയുക. അവസാനമായി നോക്കിയേ, 51D നോക്കിയേ, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക. ഇറാൻ ഇസ്രയേൽ സംഘർഷമുണ്ടായപ്പോഴും ഉക്രൈൻ റഷ്യ സംഘർഷമുണ്ടായപ്പോഴും ഇന്ത്യ മാധ്യസ്ഥം വഹിക്കാൻ തയ്യാറായിരുന്നു, അതിൽ ഇടപെടുകയും ചെയ്തു. ശരിയല്ലേ? അപ്പൊ 51 മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഉൾപ്പെടുക. അന്താരാഷ്ട്ര സമാധാന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് 51ാമത്തെ വകുപ്പിന്റെ നിർവചനം. അതിന്റെ ഉപവിഭാഗമായി 4 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 51A അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക. 51B രാജ്യങ്ങൾക്കിടയിൽ നീതിയിൽ അധിഷ്ഠിതമായ മാന്യമായ ബന്ധം നിലനിർത്തുക. 51C അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടുമുള്ള അനുസരണം പുലർത്തുക. 51D അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക എന്നിവ. അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. PSC റീസെന്റായി ചോദിച്ച ട്രെൻഡിങ് ചോദ്യമാണ്, വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മറക്കാതെ പഠിക്കുക. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കണ്ട, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വീതം പഠിക്കാം. ശനി ഞായർ ദിവസങ്ങളിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിവിഷനും ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, ബൈ.